ഷാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് നവവത്സര ആശംസകൾ. ക്രൈസ്തവ ഫോക്ലോറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഫോക്ലോർ നാടൻ പാട്ടുകൾ, നാടൻ വഴക്കങ്ങൾ, നാടൻ ശൈലികൾ, നാടൻ ഭക്ഷണം, ഇങ്ങനെയുള്ള എല്ലാം ഫോക്ലോറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാലഘട്ടത്തോടു കൂടിയാണല്ലോ ക്രൈസ്തവ കലകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഹൈന്ദവ പാരമ്പര്യങ്ങൾ അതിനനുസൃതമായ കലകൾ നമുക്ക് നിഷേധിക്കപ്പെട്ടത് ഉദയംപേരൂർ സുനഹദോസ് കൂടിയാണ്. അതോടൊപ്പം തന്നെ വൈദേശികമായ ചില കാഴ്ചപ്പാടുകളും കലകളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ചു. തൽഫലമായി കലകൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതായി. പിന്നീട് ഇങ്ങോട്ട് നാളുകൾ കഴിയുമ്പോൾ ഈ കലകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് എവരുടെയും ഒരു മനസ്സിൻ്റെ ഒരു താളബോധവും മനസ്സിൻ്റെ ഒരു സുഖാനുഭൂതിയും എല്ലാം ഈ ഫൊക്ലോറിൽ, അതായത് ഒരുമിച്ച് ആടുന്നു, ഒരുമിച്ച് പാടുന്നു, അതോടുകൂടി അവരുടെ സംഘസ്വത്വം പ്രകടമാകുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ച് ഇപ്പോൾ ചില പാട്ടുകൾ പാടി ആടുമ്പോൾ അതിലൂടെ അവരുടെ സംഘസ്വത്വം ഉദയം ചെയ്യുകയാണ്. ചില പാട്ടുകളൊക്കെ ഗ്രഹാതുരത്വത്തിൻ്റെ ഉണർത്തു പാട്ടുകളായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഈ കുറുമൊഴിപ്പാട്ടുകളിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉള്ളിൽ നമ്മൾ കടന്നു നോക്കുമ്പോൾ അതിൻ്റെ ചെറിയ ഒരു ഹാസ്യരസപ്രധാനമായിട്ടാണ് അത് ആ പാട്ടുകളെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ വളരെ വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അത്തരം ഒരു ഒരു പ്രവണത ഉണ്ടാക്കിയെന്ന് സംശയമുണ്ട്. അത് അതെ, കുറുമൊഴിപ്പാട്ട് ഏകദേശം എടുത്തു നോക്കിയാൽ അതിൻ്റെ അടിയിൽ നുരഞ്ഞു വരുന്ന ഹാസ്യം തന്നെയാണ്. അവരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച്, അത് പെണ്ണുങ്ങളുടെ വസ്ത്രധാരണയെക്കുറിച്ച് തന്നെയുണ്ട്. പൂക്കല പോലെ ഞെറിയുമുട്ട് കോഴിമുട്ട പോലെ മുടിയും കെട്ടിവെച്ചെന്ന ഒരു പാട്ടുണ്ട്. കോഴിമുട്ട പോലെ മുടി കെട്ടിവെക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു, അതായത് മുടി വലിച്ച് കെട്ടി ഇങ്ങനെ ഉള്ളിലേക്കാക്കി കെട്ടിവെക്കുകയാണ്. അത് മാത്രമല്ല, അന്ന് ക്രിസ്ത്യാനികൾ കുടുമി വെച്ചിരുന്നു. പണ്ട് കുടുംബക്കാരെന്ന് നമ്പൂരി അല്ല അതുപോലുള്ള ആൾക്കാരൊക്കെ നസ്രാണികളും കുടുമി വെച്ചിരുന്നു. നസ്രാണിലെ കുടുംബയിൽ ഒരു കുരിശ് വ്യത്യാസത്തിന് ഒരു കുരിശ് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടാൽ ഏകദേശം ഒരുപോലെ എന്നാണ് പറയുന്നത്. ഈ വിദേശ സഞ്ചാര കുറിപ്പുകളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ളതായ സൂചന വന്നിട്ടുണ്ട്. അപ്പോൾ പൂക്കൊല ഞെറി തനി കേരളീയമായ വാക്കാണ് അവിടെ വരും. പൂക്കൊല ഞെറി, തെങ്ങിന്റെ പൂക്കൊല അടുക്കി വെച്ച പോലെ ഞെറിയിട്ട് 101 ഞെറി ഇട്ടിരുന്നു എന്നാണ് പറയുന്നത്. അത് ഈർക്കിളി വെച്ചിട്ട് 101 ഞെറികൾ ഇട്ടിട്ട് പിന്നിൽ വാലിട്ട് മുണ്ട് അതാണ് പൂക്കൊല ഞെറിയുന്നത്. 101 ഞെറികൾ അന്ന്, അതായത് എപ്പോഴും ഒരു നല്ല വിശ്വാസം, ദൈവിക വിശ്വാസം ഈ ക്രിസ്ത്യാനി പെണ്ണുങ്ങളിലും അല്ലെങ്കിൽ ക്രിസ്ത്യാനി ജീവിതത്തിലും കാണാം. അപ്പോൾ നിതംബം മറയ്ക്കാനായിട്ട് 101 ഞെറികൾ, അത് എന്താണ് ഇവർ പറയുന്നത്, 12 മുഴമുള്ള മുറി, അത് ഞൊറിഞ്ഞ് കെട്ടി എടുത്ത്, അതെ, അത് മുണ്ടുംപെട്ടിയിൽ വെക്കും. എന്നിട്ട് പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ അത് എടുത്ത് ഉടുങ്ങും. പെട്ടെന്ന് ഞൊറിയാനൊന്നും സാധ്യമല്ല. അതാണ് പൂക്കൊല ഞൊറിയുടെ പ്രത്യേകത. പിന്നെ കോഴിമുട്ട പോലെ വലിച്ച് മുടി കെട്ടി വെക്കും. അപ്പോൾ ഉടുപ്പിലും നടപ്പിലും എടുപ്പിലും ഒരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനി പെണ്ണ് ഇതാ പോണു എന്ന് പെട്ടെന്ന് അത് തിരിച്ചറിയുകയും ചെയ്യാം. അപ്പൊ അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. അതെ, പ്രത്യേകത നല്ല തിരിച്ചറിയണം. ക്രിസ്ത്യൻ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊണ്ടുവന്ന ഒരു ഇതാണ്. ക്രിസ്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ആ പാട്ടുകളിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ പല പാട്ടുകളിലും എന്നാൽ ഈ ഹാസ്യം ടീച്ചർ പറഞ്ഞല്ലോ, അപ്പോൾ അത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില ഈ പാട്ടുകളെ പറ്റി കേട്ട ഈ അത്തള പിത്തള തവളാച്ചി കുട്ടികളെ കളിപ്പാട്ടുകളാണ് അല്ലേ? കൈക്കുത്തി കളി എന്നൊക്കെ പറയില്ലേ, ആ പാട്ട്. അത്തള പിത്തള തവളാച്ചി മുക്കിലിരിക്കുന്ന ചൂലാപ്പ് മറിയം വന്ന് വിളക്കൂതി
ഗുണ്ടു മാണി സാറ കൂട്ട്. അതാണ് കളിപ്പാട്ടിന്റെ 4 വരിയുള്ളൂ. അത് ഇപ്പോഴും കുട്ടികൾ കളിക്കുന്നു. ഇപ്പോഴും ഒക്കെ ഇപ്പൊ അത് എനിക്ക് പ്രചാരം നേടിയ ഒരു പാട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ കുട്ടികളുടെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കുകയും അതെ, അത്തള പിത്തള ലകാരം അത്തള പിത്തള. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് പിടികിട്ടാൻ, അതുകൊണ്ട് അള്ള അള്ള എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ വെച്ച് കൈക്കുത്തികളികള്, അങ്കോലിങ്കോൾ എന്ന് പറയുന്ന പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അത്തള പിത്തള തവളാച്ചി മുക്കിലിരിക്കുന്ന ചൂലാപ്പ്. നമുക്ക് ക്രിസ്തീയതയില് ഈ വാക്ക് വരുമ്പോൾ, അതായത് മുക്കിലിരിക്കുന്ന ചൂലാപ്പ്. മറിയം വന്ന് വിളക്കൂതി. ഇന്നത്തെ പോലെ വൈദ്യുതി വന്നില്ല. മറിയം ക്രിസ്ത്യൻ ചിഹ്നമാണ്, വിളക്ക് ഊതി. ഗുണ്ടു മാണി സാറ കൂട്ട്. ഗുണ്ടപ്പൻ വാക്ക് പറയും. സാറ ക്രിസ്ത്യൻ ചിഹ്നമാണ്. മാണി അവരൊരു കൂട്ടുകെട്ട്. അത് നമുക്ക് ഈ പാട്ടിൽ കാണാനായിട്ട് സാധിക്കും. അത്തള പിത്തള തവളാച്ചി മുക്കിലിരിക്കുന്ന ചൂലാപ്പ്. മറിയം വന്നു വിളക്കൂതി. ഗുണ്ടു മാണി സാറ കൂട്ട്. അത് വേറെ അതുമാ ആ സാമ്യമുള്ള വേറെ പാട്ടുകൾ ടീച്ചർ ഓർമ്മയുണ്ടോ? അത് അത്തരം പ്രാർത്ഥനാ ഗാനമുണ്ട്, ഒരു പ്രാർത്ഥനാ പാട്ട്. അത് പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ നമുക്ക് തമാശ തോന്നിയാലും അതിൽ ഒരു ദുഃഖത്തിൻ്റെ അംശമുണ്ട്. ഞാനൊന്ന് നോക്കാം. ഈശോ മറിയം ഔസേപ്പേ ചെറുപ്പത്തിൽ എന്നെ കെട്ടിക്കണേ, അപ്പനും അമ്മയ്ക്കും തോന്നിക്കണേ, വീട്ടിലുള്ളവർക്കും തോന്നിക്കണേ, ചക്കയും മാങ്ങയുള്ളോടത്തേക്ക് കെട്ടിക്കണേ, ആട്ടുന്നോടത്തേക്ക് കെട്ടിക്കണേ, പിണ്ണാക്ക തിന്നാൻ തോന്നിക്കണേ. ഈശോ മറിയം ഔസേപ്പേ ചെറുപ്പത്തിൽ എന്നെ കെട്ടിക്കണേ, അപ്പനും അമ്മയ്ക്കും തോന്നിക്കണേ, വീട്ടിലുള്ളവർക്കും തോന്നിക്കണേ, ചക്കയും മാങ്ങലോടത്ത് കെട്ടിക്കണേ, ആട്ടുന്നോടത്തേക്ക് കെട്ടിക്കണേ, പിണ്ണാക്ക് തിന്നാൻ തോന്നിക്കണേ. ഈശോ മറിയം ഔസേപ്പേ ചെറുപ്പത്തിൽ എന്നെ കെട്ടിക്കണേ. ശരിക്കും പറഞ്ഞാൽ ആ കാലത്തെ ഒരു സാമൂഹികമായ നമ്മുടെ അവസ്ഥകളുടെ കൂടി. അതെ, തീർച്ചയായും. ഈശോ മറിയം ഔസേപ്പേ ചെറുപ്പത്തിൽ എന്നെ കെട്ടിക്കണേ. അന്ന് കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടികളുടെ പ്രായം 12 വയസ്സ്, ആൺകുട്ടികളുടെ വയസ്സ് 14. ആ സമയത്ത് തന്നെ കല്യാണം. അപ്പൊ ഈ കുട്ടി പ്രാർത്ഥിക്കുകയാണ്, ഈശോ മറിയം ഔസേപ്പേ ചെറുപ്പത്തിൽ എന്നെ കെട്ടിക്കണേ. ചെറുപ്പത്തിൽ ഒന്ന് കെട്ടിച്ചു കൊണ്ടായാലും എനിക്കൊരു ഗുണം കിട്ടും. എന്താ വെച്ചാൽ ഇവിടെ നിത്യദാരിദ്ര്യമാണ്. പരിവട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു. അപ്പൊ അവിടെ വരുന്നത് എന്താ വെച്ചാൽ ചക്കയും മാങ്ങയുള്ളോടത്തേക്ക് കെട്ടിക്കണം. കേരളത്തിന്റെ തനതായ വിഭവങ്ങൾ ആ ചക്കയും മാങ്ങയും. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഒരു അമ്മൂമ്മപ്പാട്ട്, കേരളത്തിന്റെ അമ്മൂമ്മപ്പാട്ട് ഓർമ്മയുള്ളത്. താളും തകരയും മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, കൂർക്കയും ചേമ്പും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. നമുക്ക് അവിടെയും ചക്കയും മാങ്ങയും വന്നു. അപ്പൊ കേരള പ്രകൃതിയോട് ചേർന്നുകൊണ്ട്, കേരള സംസ്കാരത്തോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്തീയ സംസ്കാരം മുന്നോട്ട് പോയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പട്ടിണി, പരിവട്ടം, അത്തരം രീതികൾ അതെല്ലാം കൃത്യമായിട്ട് ഈ പാട്ടുകളിൽ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ കൊപ്ര തിന്നാൻ തോന്നിക്കുന്നത്, കൊപ്രയിലോടത്തി കെട്ടിക്കാൻ പറയില്ലേ, കൊപ്ര അത് വെളിച്ചെണ്ണ തിന്ന് ജീവിക്കാം. കൊപ്ര തിന്നാൻ മാത്രമല്ല, പിണ്ണാക്കായാല് ഒരു മെച്ചം കൂടി ഉണ്ട്. ആ പിണ്ണാക്കില് ഒത്തിരി മുളക്, ഒത്തിരി ഉപ്പ്, സ്വാദുണ്ടാവും. അപ്പോൾ അത് തിന്നിട്ട് വിശപ്പ് മാറ്റാം. അപ്പം ഈ നിത്യദാരിദ്ര്യത്തിന് എന്നെ രക്ഷിക്കണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതാണ് കൊച്ചുകുട്ടിയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ചക്കയും മാങ്ങയും ഇതിനെ എങ്ങനെയാണ് നമുക്ക് വിട്ടളയാൻ പറ്റും? കേരളത്തിലെ ഏറ്റവും നല്ല, ഇപ്പോൾ ചക്കയ്ക്കും മാങ്ങയ്ക്കൊക്കെ എന്താ പ്രാധാന്യം വന്നിരിക്കുന്നത്, അങ്ങനെ ഒരു ചിന്ത മുൻകാലം. ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ക്രിസ്ത്യാനികളിൽ തന്നെ 2 ഘടകങ്ങളുണ്ട് ടീച്ചർ. കാരണം വെച്ചാൽ ഇപ്പം ദാരിദ്ര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് ഈ എണ്ണ അല്ലെങ്കിൽ ചക്ക ആട്ടി ഇത് എണ്ണ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ ഒരു രീതി. അതെ, ചക്കാട്ട്. അതായത് ക്രിസ്ത്യാനികളാണ് ഈ ഒരു മേഖലയിൽ വെളിച്ചെണ്ണ കച്ചവടം നടത്തിയിരുന്നത് കൂടുതലായിട്ടും. ഉയർന്ന സമുദായക്കാർക്കും അമ്പലങ്ങളിലേക്കും എല്ലായിടത്തേക്കും വെളിച്ചെണ്ണ ചക്കാട്ടിയിട്ട് അതിന്റെ വെളിച്ചെണ്ണ. ക്രിസ്ത്യാനികളിൽ മാത്രം അമ്പലങ്ങളിൽ ഈ വെളിച്ചെണ്ണ എത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വെളിച്ചെണ്ണ കൊടുക്കുക. അതിനൊരു ചൊല്ലുണ്ട്, ഒരു ഭാഷ. തൈലാദി വസ്തുക്കൾ പൗലോസ് തൊട്ടാൽ ശുദ്ധമായിടും. തൈലാദി വസ്തുക്കൾ പൗലോസ് തൊട്ടാൽ ശുദ്ധമായിടും. കാരണം പൗലോസ് ഉയർന്ന കുടുംബങ്ങളിൽ പുറത്തുനിന്ന് എന്തും പലവ്യഞ്ജനങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നാലും അത് ശുദ്ധീകരിക്കണമെങ്കിൽ ഒരു ക്രിസ്ത്യൻ ചെറിയ കുട്ടിയായാൽ മതി, ബാലനായാൽ മതി, അവൻ ഒന്ന് തൊട്ടാൽ അത് ശുദ്ധമാവും. അപ്പോഴാണ് അവർ പുറത്തുനിന്ന് അകത്തേക്ക് എടുത്തു വെക്കുക. ഇത് സുലഭമായി ഇതിങ്ങനെ കേട്ടുകേൾവിയുള്ള നല്ലൊരു ഭാഷാ പ്രയോഗമാണ്.
തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളതായ ഒരുപാട് ക്രിസ്ത്യൻ ഭാഷാപ്രയോഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവയൊക്കെ അന്യം നിന്ന് പോയി തുടങ്ങിയിരിക്കണം. പഴഞ്ചൊല്ല് പോലത്തെ ശൈലി പോലത്തെ ഈ അംശങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനോ ഇത്തരം കലകളുടെ ഒരു പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് നമ്മുടെ പിന്നെ സാമുദായികമായ എന്തെങ്കിലും ഇടപെടലുകൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സംരക്ഷിക്കപ്പെടാനായിട്ട് അത്ര വലിയ ഒരു സംരംഭങ്ങളൊന്നും നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടില്ല. കുറുമൊഴിപ്പാട്ടുകൾ ഏതൊക്കെ മേഖലകളിലാണ് ശരിക്കും സ്പർശിച്ചിട്ടുള്ളത്? ഇനി നമ്മൾ പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരുപാട് മേഖലകളിൽ ഇത് സ്പർശിച്ചിട്ടുണ്ട്. അതൊന്ന് ടീച്ചറൊന്ന് വിശകലനം ചെയ്യാം. തീർച്ചയായിട്ടും പല മേഖലകളുണ്ട്. സംഭാഷണ ഗാനങ്ങളുണ്ട്. സംഭാഷണ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഹാസ്യരസമാണ് അടിയിലൂടെ ഇങ്ങനെ പൊന്തി വരുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്തണ്ടി മാത്തിരി നീ ഇത്ര നേരം വഴുകിയത്, കുണ്ടം കിണറ്റിലെൻ്റെ തോട പോയിൻ്റമ്മേ, വെള്ളം തെളിയണോണം കാത്തിരുന്നമ്മേ, വെള്ളം തെളിഞ്ഞപ്പോൾ തോട കിട്ടിയെൻ്റെ അമ്മേ, മതി മതി നിന്റെ മഹിമ വർത്താനം, കൊണ്ടുവന്ന വീട്ടിലേക്ക് നിന്നെ കൊണ്ടാക്കി തരാണ്ടിയേ. അതാണ് ആ പാട്ട്. കേൾക്കുമ്പോൾ ഒന്നും തോന്നൂല. അതെ, അതാണ് ആ സംഭാഷണത്തിന് പ്രത്യേകത. അത് തൃശ്ശൂർ പദങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എന്തണ്ടി എന്ന വാക്ക്. എന്തണ്ടി മാറ്റി നീ ഇത്ര നേരം വഴുകിയത്. അപ്പോൾ പറയാണ് കാരണം പറഞ്ഞു, കുണ്ടൻകിണറ്റിലെൻ്റെ തോട പോയി വെള്ളം തെളിയുന്നവരെ ഞാൻ കാത്തിരുന്നു, തോട കിട്ടി. പക്ഷെ ആ തോട കിട്ടിയതിൻ്റെ കാരണം എന്താന്ന് നമുക്ക് ചെറിയ ഗൂഢാർത്ഥാണോ അതുള്ളത്. ഏത് വിധത്തിലാണ് തോട, എന്തിനാണ് അവൾ മറയ്ക്കുന്നത്? എന്തോ മറയ്ക്കുന്നുണ്ട്. അതെ, അത് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ അമ്മ പറയാണ് മഹിമ നിന്റെ മതി നിന്റെ മഹിമ വർത്താനം. മഹിമ എന്ന പദം അത് ക്രിസ്ത്യൻ ചിഹ്നമാണ്. നിന്നെ കൊണ്ടുവന്ന വീട്ടിലേക്ക് കൊണ്ടാക്കി തരാണ്ടിയേ. കൊണ്ടുവന്ന വീട്, കല്യാണം കഴിച്ചു വന്ന വീട്. നീ എവിടേക്കാണ്, നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് നിന്നെ കൊണ്ടാക്കി തരാം എന്നാണ് അമ്മായിമ്മ പറയുന്നത്. അപ്പോൾ അന്നത്തെ ആ ജീവിത രീതിയിൽ അമ്മമാർക്ക് നല്ല സ്ഥാനം, പെണ്ണുങ്ങൾക്ക് നല്ല സ്ഥാനം ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലാണ് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അമ്മായിമ്മ പറയാണ് മതി നിന്റെ വേഷം കെട്ടൊക്കെ, ഞങ്ങൾ നിന്നെ അവിടെ കൊണ്ടാക്കി തരാം എന്നാണ് പറയുന്നത്. കള്ളം പറയാണെന്നുള്ള ബോധ്യപ്പെട്ടതിന് ശേഷം അപ്പൊ അത്തരം പാട്ടുകൾ ഒരുപാട് ഈ ക്രിസ്ത്യൻ നാടോടിപ്പാട്ടിലുണ്ട്. അപ്പൊ ഇനി അടുത്ത പാട്ട് ഞാൻ പറഞ്ഞു. എലന്ന മറിയേ തരകന്റെ മോളെ, എന്താ നീ ഇന്ന് പള്ളിക്ക് പോവാഞ്ഞ്, കന്തീശ കൊന്തയും കൊന്തയ്ക്കടയാളവും ഇല്ലാഞ്ഞിട്ടമ്മേ ഞാൻ പള്ളിക്ക് പോവാഞ്ഞ്. ഏലന്ന മറിയേ തരകന്റെ മോളെ വിളി. അത് സംഭാഷണ ഗാനമാണ്. മറിയം ക്രിസ്ത്യൻ ചിഹ്നമാണ്. തരകന്റെ മോളെ, ഞാൻ നേരത്തെ തരകനെ കുറിച്ച് പറഞ്ഞു. ആ തരകന്റെ മോളെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉയർന്ന തറവാട്ടിൽ നിന്ന്, സാമ്പത്തികമായി ഉയർന്ന വീട്ടിൽ നിന്ന്, പണമുള്ള വീട്ടിൽ നിന്നാണ് ഈ മറിയെ കല്യാണം കഴിച്ചത്. എവിടേക്ക്? ഏനമാവിലേക്ക്. ഏലന്ന മറിയെ തരകന്റെ മോളെ. അപ്പൊ ഏനമാവിലേക്കാണ് ഇവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. എന്താ നീ ഇന്ന് പള്ളിയിൽ പൂവാഞ്ഞേ തൃശ്ശൂർ പദപ്രയോഗം. കന്തീശ കൊന്തയും കൊന്തയ്ക്കടയാളവും. നമുക്ക് ക്രിസ്ത്യാനികൾ എന്തൊക്കെ ഇടണം ആഭരണം. കന്തീശ കൊന്ത, കന്തീശ എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ, പരിശുദ്ധൻ എന്നാണ് അർത്ഥം. കന്തീശ കൊന്തയും കൊന്തയ്ക്കട. അപ്പോൾ ആ കൊന്തയുടെ പ്രത്യേകതയുണ്ട്, കൊന്തയ്ക്കടയാളും. പിന്നെ 7 മണി വെച്ചിട്ട് 1 മണി ഇടയ്ക്ക് വരുന്നതിന് കൊന്തയ്ക്കടയാളം എന്ന് പറഞ്ഞാൽ അതില്ലാത്ത എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിച്ചു കൊണ്ട വീട്ടിൽ ഏനമാവിൽ ദാരിദ്ര്യമാണ്. അപ്പോൾ ഇവൾക്ക് തരകന്മാർ ഉയർന്ന വീട്ടിൽ നിന്നല്ലേ ഒരുപാട് പണ്ടവും പണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ പണ്ടങ്ങളെല്ലാം ഇവര് നഷ്ടപ്പെടുത്തി. അതെ, വിൽക്ക എന്തോ അവര് എടുത്തുപോയി. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ പള്ളിക്ക് നാണക്കേടാണ്, അപ്പൊ ഞാൻ പള്ളിക്ക് പോവില്ല എന്നാണ് ഈ മറിയം അമ്മയോട് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞൊരു ഏറ്റക്കുറച്ച് അന്നത്തെ കാലഘട്ടത്തിലെ 2 കാര്യങ്ങൾ, ഉയർന്ന ആൾക്കാർ, ക്രിസ്ത്യാനികൾ തന്നെ ഉയർന്ന ആൾക്കാരും താഴ്ന്ന ആൾക്കാരും ഉണ്ടായിരുന്നത്. പിന്നെ ഈ തരകന്മാരെന്ന് പറഞ്ഞ വൈദ്യ പാരമ്പര്യം ഉള്ളവര്. അതെ, വൈദ്യ പാരമ്പര്യം. മാപ്പിളമാരൊക്കെ പോകട്ടെ, മാത്തുത്തരകൻ ഇവിടെ വരട്ടെ എന്നൊരു ചൊല്ലുണ്ട്. മാപ്പിളമാരൊക്കെ പോകട്ടെ. ഇദ്ദേഹത്തിന് കൊച്ചിരാജാവിന് വയ്യാണ്ടായപ്പോൾ എന്ത് ചികിത്സയും ചെയ്തിട്ട് മാറുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, തരകൻ വന്നാല്, തരകൻ എന്ന് നേരത്തെ സ്ഥാനപ്പേരാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് വൈദ്യം അറിയാം. അപ്പൊ ഇവരൊക്കെ മാറിന്നിട്ട് തരകൻ വന്ന് എന്നെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ എൻ്റെ രോഗം മാറും എന്ന പൂർണ്ണ വിശ്വാസം രാജാവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്താന്ന് വെച്ചാൽ മുൻപ് പള്ളിയും പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടങ്ങളും പട്ടക്കാര് വൈദ്യം പഠിച്ചിരുന്നു. ബുദ്ധമതത്തിന്റെ സ്വാധീനം എന്താണെന്ന് അറിയില്ല.
ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ഇതൊരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമല്ലേ, അപ്പം അത്ര അന്ന് വൈദ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ മേഖല ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിലുണ്ട്, തൃക്കൂരിൻ്റെ അടുത്ത് തലോര് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഓർമ്മയിലുണ്ട്, ചേട്ടനെ പാമ്പ് കടിച്ചപ്പോൾ തലോര് കൊവേന്തയിൽ അവിടെ അച്ഛനാണ് വിഷവൈദ്യം നടത്തിയിരുന്നത്. അന്ന് ചേട്ടനെ പാമ്പ് ആ ഒരു പാരമ്പര്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്തുടർന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ഇതല്ലേ, ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. ദുഃഖകരമായ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് വൈദ്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ക്രിസ്ത്യാനികൾ നസ്താനികൾ പതുക്കെ കച്ചവടത്തിലേക്ക് പോയി. പിന്നെ നമ്മൾ ഇനി ഏത് പാട്ടുകൾ നമ്മൾ ഈ കുറുമൊഴി പാട്ടുകളിൽ ഇനിയുമുണ്ട്. ഇപ്പൊ പലഹാരപ്പാട്ടുണ്ട്. പലഹാരപ്പാട്ട് പറഞ്ഞാൽ ഇളച്ചാരുണ്ണി പെണ്ണിവള് അപ്പത്തിൻ ചക്കര കട്ടവള് ഇന്തേറിയപ്പത്തിന് തേങ്ങ പോരാണ്ട് അമ്മാനപ്പൻ തെങ്ങുമ്മ കയറി ഇന്തേറിപ്പം വെന്തിറങ്ങി അപ്പാനപ്പൻ ചത്തിറങ്ങി. ഇളച്ചാരുണ്ണി പെണ്ണിവള് അപ്പത്തിൻ ചക്കര കട്ടവള്. ഇതിൽ തന്നെ മനസ്സിലാക്കാം ദാരിദ്ര്യം തന്നെയാണെന്ന്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതെ, നെട്ടോട്ടോടുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇന്നത്തെ സാഹചര്യം അല്ലായിരുന്നു അന്ന്. അപ്പൊ ഇളച്ചാരുണ്ണി പെണ്ണിവള് അപ്പത്തിൻ ചക്കര കട്ടവള്, അവളാണ് ഇന്തേറിയപ്പം. ഇന്തേറിയപ്പം എന്ന് കേൾക്കുമ്പോൾ തെക്ക് ഇൻട്രിയപ്പം ഇണ്ടേറിയപ്പവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇണ്ടേറിയപ്പം എന്ന് പറയുന്നത് 50 നോയമ്പില് പാതി നോയമ്പിന്റെ അന്ന് തൃശ്ശൂർക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന പലഹാരമാണ്. തൃശ്ശൂർ നസ്രാണികളുടെ ഇണ്ടേറിയപ്പം. അപ്പൊ ഇണ്ടേറിയപ്പത്തിന് തേങ്ങ പോരാണ്ട് അമ്മാനപ്പൻ തെങ്ങ കയറി ഇണ്ടേറിയപ്പം വെന്തിറങ്ങി അമ്മാനപ്പൻ ചത്തിറങ്ങി. അപ്പൊ പാതി നോമ്പന് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇണ്ടേറിയപ്പം. നല്ല സ്വാദുണ്ട്. ഇന്നത്തെ പോലെ മധുരം ഒന്നും ഇല്ല. അത് ശരിക്കും ഒരു കൈപ്പുണ്യം തന്നെയായിരുന്നു. അതെ, കൈപ്പുണ്യം തന്നെ. മധുരം ഒന്നും ചേർക്കാതെ ആവിയിൽ വെന്തെടുക്കുന്ന പലഹാരം അത് ഏറ്റവും നല്ലതായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്കോ ഇന്നത്തെ ആളുകൾക്കോ അതൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം ആ പലഹാരം ജനമനസ്സുകളിൽ ഇല്ല. എന്നാലും തൃശ്ശൂർക്കാര് തീർച്ചയായിട്ടും പുത്തൻകുറ്റുകാരും പഴയ കൂട്ടുകാരും അങ്ങനെ വ്യത്യാസം. തൃശ്ശൂർ നസ്രാണികള് ഇണ്ടേറിയപ്പം വലിയ പ്രാധാന്യമുണ്ട്. ഇൻട്രിയപ്പം എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അത് പല കോട്ടയം സൈഡില് ഉണ്ടാക്കുന്ന, അതായത് പെസ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന പലഹാരമാണ്. അതിനും പാട്ടൊക്കെ ഉണ്ട്. ഇൻട്രിയപ്പത്തിന് തേങ്ങ പോരാണ്ട് അമ്മാനപ്പനെ തല്ലി തെങ്ങും കയറ്റി ഇന്തേറിയപ്പം ബന്ധും പോയി അമ്മാനപ്പൻ ചത്തും പോയി എന്ന പാട്ടും ഇടയിലുണ്ട്. അപ്പോൾ ഇതിങ്ങനെയുള്ള വാക്കുകൾക്ക് തമ്മിൽ വ്യത്യാസമാണെങ്കിലും നമ്മുടെ ആചാരങ്ങൾ അതിൻ്റെ സൂചന. ക്രിസ്ത്യൻ ആചാരങ്ങളിൽ അതിനേറ്റവും പ്രാധാന്യം കൊടുത്ത് ഈ പിന്നെ ഹാസ്യരസം അതിനകത്ത് ചേർന്ന് ഹാസ്യമാണ് എല്ലാവർക്കും അല്ലേ മനസ്സിലാക്കാൻ സാധിക്കും, ശ്രദ്ധിക്കാൻ സാധിക്കും. പിന്നെ മനസ്സിനൊരു കുളിർമ സന്തോഷം നൽകും. അതാണ് ഹാസ്യത്തിന്റെ പ്രത്യേകത. മനുഷ്യനെ നവീകരിക്കുക എന്നതാണ് ഹാസ്യത്തിലൂടെ. കുഞ്ഞു നമ്പ്യാരൊക്കെ അതല്ലേ ചെയ്തത്, ഹാസ്യരസത്തിലൂടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹാസ്യരസങ്ങളുള്ളതായ നുറുങ്ങ് കുറുമൊഴി പാട്ടുകൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട്. ഒരുപാട് ഇനിയും ഇനിയുണ്ട്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലഹാരപ്പാട്ട് പറഞ്ഞ പോലെ തന്നെ പുത്തരി പെരുന്നാളിന്റെ പാട്ടുണ്ട്, അല്ലെങ്കിൽ കതിര് പെരുന്നാൾ എന്ന് പറയും. പുത്തരി പെരുന്നാൾ അല്ലെങ്കിൽ കതിര് പെരുന്നാൾ. ഇപ്പൊ ഓഗസ്റ്റ് 15-നാണ് അത് ഘോഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷ് മാസത്തെയല്ല എല്ലാവരും തുടരുന്നത്. ആദ്യകാലങ്ങളിൽ മുൻകാലങ്ങളിൽ ചിങ്ങം 5-നാണ് ഈ പുത്തരി പെരുന്നാൾ ഘോഷിക്കുന്നത്. അതിന്റെ പാട്ട് അവലിടി ഇവിളി റോദമ്മേ ചക്കര കൊണ്ടട ചാക്കുണ്ണെ കൂട്ടിക്കുഴക്കടി കുഞ്ഞന്നെ പങ്കുവെക്കടി പ്ലുമേനെ വാരി വിഴുങ്ങടി ഏലുട്ടിയേ. 5 വരിയേ ഉള്ളൂ ഈ പാട്ടില്. പക്ഷെ അത് രസകരമായ കാര്യം. അവിലിടി ഇവിടി റോദമ്മ അവിലിടിക്കണം. അപ്പൊ വാക്കുകളുടെ താളം അവിലിടി ഇവിടി റോദമ്മ. ചക്കര കൊണ്ടട ചാക്കുണ്ണി, ചന്തയിൽ പോകാൻ ആണുങ്ങളെന്നെ പറ്റുള്ളൂ. അപ്പോൾ ചക്കര കൊണ്ടട ചാക്കുണ്ണി ചക്കര കൊണ്ടുവരാണ്. കൂട്ടിക്കുഴക്കടി കുഞ്ഞന്നെ, ഈ അവല് കുട്ടിക്കുഴയ്ക്കണം, അത് കുഞ്ഞനോട് പറയാണ്. പങ്കുവെക്കടി പ്ലുമേനെ, പ്ലുമേനോട് പങ്കുവെക്കാൻ പറയാണ്. പക്ഷേ അമ്മ വേറൊരു തന്ത്രം ചെയ്തു, വാരി വിഴുങ്ങുടി ഏലുട്ടിയേ. അപ്പൊ ഏലുട്ടി ആരാണ്? ഈ അമ്മയുടെ മോളാ. അവരെയൊക്കെ പണിയിപ്പിച്ചു ഈ അമ്മ. എന്നിട്ട് മോളോട് പറയാ, നീ വേഗം വാരി വയർന്നടിച്ച് തിന്നോളാം. ഇങ്ങനെയുള്ള പാട്ടിന്റെ ഉള്ളിലൂടെ പോയാൽ പല അർത്ഥങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കതിര് പെരുന്നാൾ അല്ലെങ്കിൽ പുത്തരി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ 5-ാം തീയതിയാണ് ഘോഷിച്ചിരുന്നത്. പുതിയ അരി, പുത്തരി, അതാണ്. ഈ പുത്തരി ഇല്ലനിറ വല്ലനിറയൊക്കെ നമുക്ക് ഹൈന്ദവ സംസ്കാരത്തിൽ കാണാൻ സാധിക്കും. നമ്മളും ഹൈന്ദവരും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട്, കൂട്,
അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാഹോദര്യത്തിന്റെയും ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊള്ളക്കൊടുക്കുകളിൽ അങ്ങ് നടന്നിരുന്നു. അതാണ് ഈ പുത്തരി പെരുന്നാളിൽ നമുക്ക് കാണാം. അവിടെയും പുത്തരി പെരുന്നാളിന് പുത്തരിക്ക് സദ്യ വെക്കുന്ന പരിപാടി പുതിയ അരി എടുത്ത് ഭക്ഷിക്കുക എന്നാണ്. പുത്തരി പെരുന്നാളിന് അവല് പെരുന്നാളെ മാറുന്നത് എന്താണെന്ന് വെച്ചാൽ മഴയുടെ കാലഘട്ടത്തിലാണ് കൊയ്ത്ത് വരുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ നെല്ലൊക്കെ വെള്ളത്തിൽ കിടന്ന് മുളയ്ക്കും. ഈ വെള്ളത്തിൽ കിടന്ന നെല്ല് അവലുണ്ടാക്കാൻ എളുപ്പമാണ്. പദം വരും, നെല്ലിന് പദം വരും. അപ്പം മുളച്ച നെല്ല് അവലാക്കി രൂപാന്തരപ്പെടാൻ ചെയ്യുന്നത്. ഇതും പോരാതെ നമുക്ക് പഴയ നിയമത്തിലേക്ക് പോയാൽ, ക്രിസ്ത്യൻ വിശ്വാസത്തിൽ പഴയ നിയമത്തിൽ പോയാൽ ആദ്യം ഉണ്ടാകുന്ന കായ്ഫലം പള്ളിയിലേക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. പള്ളിയിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഈ അവലുണ്ടാക്കി അവലും ശർക്കരയും തേങ്ങയും കൂടെ പള്ളിയിൽ കൊടുത്ത് എല്ലാവർക്കും, അത് സമൂഹത്തിന് മുഴുവനും, അതാണ് അതിൻ്റെ പ്രത്യേകത. തനിക്ക് കിട്ടിയ ഓഹരി പള്ളിയിലേക്ക് കൊടുത്ത് സമൂഹത്തെ മുഴുവൻ ഊട്ടുന്നതായ ഒരു പ്രത്യേകത ഈ പുത്തരി പെരുന്നാൾ. വലിയൊരു കാഴ്ചപ്പാട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഒരു സമാഭാവന, കാരണം എല്ലാവരും പട്ടിണി കിടക്കുന്നവർക്ക് ഒരു, അതായത് നമ്മൾ കൂടുതൽ ഉള്ളവര് ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് അത്. തീർച്ചയായിട്ടും ഉള്ളവന് ഇല്ലാത്ത, അതാ പറഞ്ഞ ഒരു പ്രത്യേകമായ ഐക്യം, നമുക്ക് കൂട്ടായ്മ. ഈ പാട്ട് പാടുമ്പോൾ പാട്ടു കൂട്ടായ്മയുണ്ട്, ജനസംസ്കൃതി ഒരുമിച്ച് ചേർന്ന് പോകുന്ന കാഴ്ചയുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്ന് എങ്ങനെ കരകയറ്റാം എന്ന ചിന്തയൊക്കെ ഈ നുറുങ്ങ് പാട്ടുകളിൽ നമുക്ക് കാണാനായിട്ട്. കുറുമൊഴി പാട്ടുകളിൽ ശരിക്കും അത് ആ ഒരു കുറുമൊഴി തന്നെയാണ്. അപ്പൊ ഇനി ആ ടീച്ചർ ഏതെങ്കിലും അത്തരം പാട്ടുകൾ, നമ്മളിപ്പോ സാമുദായികമായ ഐക്യം നിലനിർത്തുന്ന കുറുമൊഴി പാട്ടുകൾ? തീർച്ചയായിട്ടും സംഭാഷണ ഗാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. എന്തണ്ടി മാത്തിരി എന്നത് മാതുവായി മാറുന്ന വാക്ക്. എന്തണ്ടി മാതു നീ ഇത്ര നേരം ഒഴുകിയത്, കുണ്ടൻ കിണറ്റിലെൻ്റെ തോട പോയമ്മേ, വെള്ളം തെളിയണോണം കാത്തിരുന്നമ്മേ, വെള്ളം തെളിഞ്ഞപ്പോൾ തോട കിട്ടിയെൻ്റെ അമ്മേ. അമ്മായി അമ്മയ്ക്ക് എന്നെ അകത്തും കണ്ടുകൂടാ, അമ്മായി അച്ഛൻ എന്നെ പുറത്തും കണ്ടുകൂടാ, കെട്ടിച്ച പെങ്ങന്മാർക്ക് ഒട്ടും കണ്ടുകൂടാ, പക്ഷേ കെട്ടിയ ചെറുക്കനെ എന്നെ ഒട്ടും വിട്ടുകൂടാ. ഓക്കെ, അപ്പോൾ ആ മാത്തിരി ക്രിസ്ത്യൻ ഇതിൽ വരുമ്പോൾ, ഇവിടേക്ക് വരുമ്പോൾ മാതുവായി മാറുന്നു. അങ്ങനെ പാട്ടുകളുടെ ഒരു ഏകീകരണം, സാന്മീകരണം നമുക്ക് തീർച്ചയായിട്ടും ഈ കുറുമൊഴിപ്പാട്ടിൽ കാണാനായിട്ട് സാധിക്കും, വ്യക്തമായി കാണാൻ സാധിക്കും. മാത്തിരി മാതുവായി മാറുന്നു. ഇവിടുത്തെ സംസ്കാരവുമായിട്ട്, ഇവിടെ ഏത് സംസ്കാരമാണ്, ക്രിസ്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസം മാത്രം, മതം, ക്രിസ്തു മതം എന്ന അർത്ഥത്തിലല്ല ഇവിടെ എടുത്തുള്ളത്. വിശ്വാസം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഇവിടെ ഈ സംസ്കാരവുമായിട്ട്, കേരള സംസ്കാരത്തിൽ എന്തിൻ്റെ ചലനങ്ങൾ ഉണ്ടായിരുന്നോ ആ ചലനങ്ങൾ മുഴുവനും ക്രിസ്ത്യൻ മതത്തിലേക്ക് എടുത്ത് അവരുമായിട്ട് സാൽമീകരണം, സമന്വയത്തിലൂടെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്.